ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ പിതാവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. വിവരങ്ങളുമായി എസ് ശരൺ ചേരുന്നു. ശരൺ, കുട്ടിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരം കൂടി വരുന്നു. പിതാവിനും പങ്കുണ്ട് എന്ന നിഗമനത്തിലാണോ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, 3 വയസ്സുകാരന് നേരെയുള്ള അതിക്രമം മറച്ചുവെച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇപ്പോൾ ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഏതായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. രാവിലെ മുതൽ തന്നെ ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ പോലീസിന് ലഭിച്ച വിവരമെന്ന് പറയുന്നത് ഇയാൾ നേരിട്ട് കുട്ടിക്ക് നേരെ അതിക്രമം കാട്ടിയിട്ടില്ല. അമ്മ ആണ് അതിക്രമം പ്രധാനമായും കാട്ടിയത്. എന്നാൽ അമ്മ നടത്തിയ ഈ അതിക്രമം ഇയാൾ പോലീസിനോട് പറയാതെ തന്നെ മറച്ചു വെച്ചു എന്നുള്ളൊരു കുറ്റം ചുമത്തിയാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുടെ ഖബറടക്കം അല്പസമയത്തിനകം തന്നെ നടക്കും. കളമശ്ശേരിയിലെ പള്ളിയിലാണ് കുട്ടിയുടെ ഖബറടക്കം നടക്കുക. നേരത്തെ കുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിലാണ്, അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന അമ്മയെ അവിടെ എത്തിച്ച് കുട്ടിയെ കാണിക്കുകയും ചെയ്തിരുന്നു. ഭയങ്കര വൈകാരികമായൊരു പ്രകടനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷം അമ്മയെ തിരികെ ജയിലിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കുട്ടിയെ ഇപ്പോൾ കളമശ്ശേരി പള്ളിയിൽ എത്തിച്ച് ഖബറടക്കത്തിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കുട്ടിയുടെ വിവരങ്ങൾ നൽകിയത്.